Hello dear friends, welcome to Sindhus Food Stories. ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ബൂന്തിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത്. ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന സ്വീറ്റ് ബൂന്തിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വെറൈറ്റി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബൂന്തി ഉണ്ടാക്കാനായി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് കടലമാവ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത്രയും ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ചായി ഒഴിച്ച് കട്ട കെട്ടാതെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അല്പം വെള്ളം കൂടെ നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പും കുറച്ച് വെള്ളം കൂടെ ഇപ്പം ടോട്ടൽ നമുക്കായിട്ടുണ്ട്. നന്നായി ഇളക്കി ബാറ്റർ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ വെള്ളമാകാനും പാടില്ല. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അടുത്തതായി ഈ ബാറ്ററിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. ബൂന്തി ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം, അതല്ലെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കാതെയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്കിങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് ബൂന്തി ഫ്രൈ ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യാം. ബൂന്തി ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായി എണ്ണ ഒഴിച്ച് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ പാത്രം ഉണ്ടെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ കണ്ണോപ്പ എടുക്കാം. നമ്മൾ ഇതിൽ കൂടിയാണ് ബൂന്തിയുടെ മാവ് ഒഴിച്ച് എണ്ണയിലേക്ക് വീഴുന്നത്. ഇത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇതെടുക്കാം. നമ്മൾ ചോറൊക്കെ അരിക്കുന്ന പാത്രം ഇതാകുമ്പോൾ നമുക്ക് ഒഴിക്കാൻ കുറച്ചും കൂടെ സൗകര്യമുണ്ട്. ഫസ്റ്റ് നമുക്ക് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാം. ബൂന്തി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിനു വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കാം. ഫ്ലെയിം ഓൺ ആക്കി ഹൈ ഫ്ലെയിം ഇട്ടതിന് ശേഷം എണ്ണ നന്നായി ചൂടാക്കുക. ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് നമുക്ക് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. എണ്ണ നമുക്ക് ആദ്യം എണ്ണയുടെ പരുവ് അറിയാനായി ഒരു അല്പം ഒന്ന് ഒഴിച്ചു നോക്കാം. ബോൾസ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റാണ്. നമുക്ക് ബൂന്തി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുലുക്കുക. എല്ലാം ഇതിലേക്ക് വീണ് ഇങ്ങനെ പൊങ്ങി വരാനായിട്ടാണ്. അതിനുശേഷം ഇങ്ങനെ എല്ലാം ഇളക്കി കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. നമ്മുടെ ബൂന്തി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബൂന്തിയെല്ലാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബൂന്തി വറുത്തെടുത്ത അതേ എണ്ണയിലേക്ക് നമുക്കൊരല്പം ഉണക്കമുന്തിരി കൂടി ഇട്ട് ഫ്രൈ ചെയ്യാം. അടുത്തതായി നമുക്ക് ബൂന്തി ഇടാനുള്ള പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുക്കുക. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. 5 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു ഒറ്റനൂൽ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബൂന്തി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കുക. അതിനുശേഷം ബൂന്തി ഇട്ട് കൊടുക്കാം. ബൂന്തി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കുക. ഓണാക്കി മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കുക. എല്ലാം നന്നായി പഞ്ചസാര പാനിയിലേക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായി നമുക്കിതിനെ അടച്ച് വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ബൂന്തി ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1 മണിക്കൂർ ആകുമ്പോഴത്തേന് പഞ്ചസാരയെല്ലാം ഇതിലേക്ക് അബ്സോർബായി നല്ല സെറ്റായി കിട്ടും. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ബൂന്തിയെല്ലാം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനിയെല്ലാം ഇതിലേക്ക് നല്ലപോലെ അബ്സോർബായി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി സ്വീറ്റ് ബൂന്തിയാണ്. എല്ലാം ഫ്ലേവർ എല്ലാം നല്ല കറക്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിശേഷ ദിവസങ്ങളിലെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ഒരു സ്വീറ്റാണ്. നോർത്ത് ഇന്ത്യയിലും കേരളത്തിന് പുറത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഒക്കെ ഇത് പ്രസാദമായി നൽകാറുണ്ട്. അതുപോലെ തന്നെ കല്യാണങ്ങൾക്കൊക്കെ ഒരു വിഭവമായി ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ബൂന്തിയുടെ ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് കണ്ടൊന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.